ഇടുക്കി തൊടുപുഴ കാഞ്ഞിരമറ്റത്ത് ഭിന്നശേഷിക്കാരനായ 3 വയസ്സുകാരനെ പിതാവ് കൊന്നിട്ട് ജീവനൊടുക്കിയെന്ന വാർത്ത വരുന്നു. 32കാരനായ ഉന്മേഷാണ് മകൻ ദേവിനെ കൊന്നതിന് ശേഷം തൻ്റെ ജീവനൊടുക്കിയത്. ലാൽകൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. പറയൂ ലാൽകൃഷ്ണൻ, എന്താണ് അദ്ദേഹം ഇങ്ങനെയൊരു കർമ്മം ചെയ്ത് കുട്ടിയെ കൂടി കൊന്നത്? ദേവ് എന്ന് പറയുന്ന കുട്ടി 3.5 വയസ്സുകാരൻ. ദേവ് ശാരീരിക അസ്വാസ്ഥ്യങ്ങളുള്ള കുട്ടിയാണ്, ഓട്ടിസം ബാധിതനായ കുട്ടിയാണ് എന്നുള്ളതാണ് നിലവിൽ പോലീസിന് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഉന്മേഷിൻ്റെ ഭാര്യ ശില്പയ്ക്കും ജോലിക്ക് പോകുന്നതിനും മറ്റു കാര്യങ്ങൾക്കും ചെറിയ തടസ്സങ്ങളുണ്ടായിരുന്നു. ആരെങ്കിലും ഒരാൾ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി മുഴുവൻ സമയവും നിൽക്കേണ്ട അവസ്ഥയാണുള്ളത്. ഇവർ രണ്ടുപേരും കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവർ കൂടിയാണ്. തൊടുപുഴയിലെ കാഞ്ഞിരമറ്റത്ത് ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന കെട്ടിടത്തിലാണ് നിലവിൽ ജീവനൊടുക്കിയതായി കണ്ടെത്തിയത്. കുട്ടിയെ കിടപ്പുമുറിയിൽ കെട്ടി തൂക്കിയതിനു ശേഷം ഹാളിലെ ഫാനിൽ ഉന്മേഷ് ജീവനൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഉന്മേഷ് കുളമാവ് സ്വദേശിയാണ് എന്ന കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. കുളമാവ് നിന്ന് ഇവിടെ വാടകയ്ക്കെത്തി കുറച്ച് നാളായിട്ട് താമസിക്കുന്ന ഒരാൾ കൂടിയാണ് ഉന്മേഷ്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിനെ നിലവിൽ കിട്ടിയിരിക്കുന്ന പ്രാഥമിക വിവരങ്ങളാണ് ഇതെല്ലാം. അല്പസമയങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പാണ് പോലീസിന് ഈ വിവരങ്ങൾ കിട്ടിയത്. പോലീസിൻ്റെ ഈ വിവരങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് നിലവിലുള്ള അന്വേഷണം. ഇപ്പോൾ ഫോറൻസിക് വിഭാഗമാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാർഡ് കൗൺസിലർ അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവരാണ് ഈ വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ അറിയിച്ചത്. അതായത് ജോലിക്ക് പോയ ശില്പ തിരികെ എത്തിയ സമയത്താണ് ഈ സംഭവം അറിയാൻ കഴിഞ്ഞത്. സംഭവമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിരുന്നു? ഇവർ എത്ര നാളെ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്? ഏകദേശം 1 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്നതാണെന്നാണ് അറിവ് കിട്ടിയേക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. കുട്ടിയെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ ഇവിടെ നിന്ന്, അങ്ങനെയാണോ ഈ ഉന്മേഷ് എന്ന് പറയുന്ന ആൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു? നമുക്കത് കറക്റ്റ് അറിയില്ല. ഇല്ല, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ആള് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതിനെപ്പറ്റി ബാക്കി ഡീറ്റെയിൽസ് വർക്കർ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ആ കൊച്ച് സംസാരിക്കുമൊന്നുമില്ല. ഈ 4 വയസ്സിൻ്റെ ഒരു ഇത് കണ്ടാലും തോന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ സ്പീച്ച് തെറാപ്പിക്കൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആശാ വർക്കർ പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞു. മിനിങ്ങാന്ന് അങ്ങോട്ട് വന്ന കുട്ടിയുടെ അമ്മ ജോലിക്ക് പോയിക്കുമായിരുന്നു. ഈ അച്ഛനും കൊച്ചും ഉണ്ടായിരുന്നുള്ളൂ അന്നേരം. അവർ വരുമ്പോഴും ഇവരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ അമ്മ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഈ സംഭവം കടയിൽ പോകുന്നതാണ്. കുട്ടിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആശാവർക്കറായിരുന്നു അവിടെ വന്ന് അവരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയേക്കുന്നത്. അതായത് 1 വർഷമായിട്ട് ഇവർ വാടകയ്ക്ക് താമസിക്കുന്നത്. 1 വർഷം ഇവിടെ എക്സാക്ട് നമുക്ക് അറിയില്ല. കാരണം ബിൽഡിംഗ് ഓണർ ഇവിടെ അല്ല താമസിക്കുന്നത്. അവർ കുറച്ച് മാറിയിട്ടാണ്. ഇവിടുന്ന് കാഞ്ഞിരമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അപ്പോൾ അവർ വന്നാലാണ് കറക്റ്റ് എത്ര നാളായി എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഏകദേശം 1 വർഷത്തോളം കാലമായിട്ട് അവരിവിടെ താമസിച്ചു വരുന്നത്. ഈ പറഞ്ഞ പോലെ ഇവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അല്ല, ഈ അടുത്തുള്ളവരുമായിട്ടും വലിയ അടുപ്പമില്ല, അതുകൊണ്ട് അറിയില്ല ആർക്കും. തൊട്ടടുത്ത് തൊട്ട് ചേർന്നാണ്, ഒരു മതിൽ വ്യത്യാസമുള്ളൂ. പക്ഷെ അവരുമായിട്ടാണെങ്കിലും അടുപ്പമില്ല. ചെറിയ കുട്ടിയും ഇവിടെ ഒരു ചെറിയ കുട്ടിയുണ്ട്. എന്നാലാണെങ്കിലും അവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ശരി എസ്. ഈ പറഞ്ഞ പോലെ അയൽവക്കക്കാരുമായിട്ട് അടുത്ത ബന്ധങ്ങളൊന്നും സൂക്ഷിച്ചിരുന്ന ആൾക്കാരായിരുന്നില്ല. ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ ബന്ധുക്കളടക്കമുള്ള ആളുകളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പുറത്ത് ജോലിക്ക് പോയ അമ്മ തിരികെ എത്തിയതിന് ശേഷമാണ് ഈ സംഭവങ്ങൾ പുറം ലോകത്തേക്ക് പോലും അറിയുന്നത് എന്നുള്ളതാണ് നിലവിൽ പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരം.